ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ചെയ്യാത്ത തെറ്റിന് ശിക്ഷിക്കപ്പെട്ട് നീണ്ട കാലം ജയിലിൽ കിടന്നത് അനിയൻ സാറ് തിരിച്ചു വന്നപ്പോ ഒരു സ്വസ്ഥമായ ജീവിതമായിരിക്കും അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ടാവുക. ഇപ്പതേ വീണ്ടും ശത്രുക്കളായി. എന്നെ രക്ഷിക്കാൻ സാറ് ശ്രമിച്ചതുകൊണ്ടാ സാറിന് ശത്രുക്കൾ ഉണ്ടായതും ദേ ഇപ്പൊ ഈ അപകടം പറ്റിയതും ഒക്കെ. ആളുകളെയൊക്കെ അനിയൻ സാറിനെ കൃത്യമായിട്ട് അറിയാലോ. ആ അതൊക്കെ അറിയാമേ. അതുകൊണ്ട് എനിക്ക് പേടി കൂടുതല്. പോലീസുകാരെ വിളിക്കണ്ട, പോലീസുകാരെ ഇടപെടണ്ടെന്നൊക്കെ പറഞ്ഞാ അനിയൻ സാർ എന്തോ മനസ്സിൽ വെച്ചോണ്ടാ. ഇനി അത് തീർക്കാൻ അനിയൻ സാർ ഇറങ്ങി പുറപ്പെട്ടാ നമ്മുടെ ഒരു ഗതികേട് നോക്കി. പമ്പരം കറങ്ങുന്ന പോലെ കറങ്ങിയാ ഇവിടം വരെ എത്തിയത്. ഇവിടെ ഒരു സഹായത്തിന് ആ വലിയ മനുഷ്യനെയും കിട്ടി, സഹായങ്ങളും ചെയ്തു. ഒരു ജീവിത മാർഗവും കാണിച്ചു തന്നു. അപ്പോഴേക്കും ഇറങ്ങി വെല്ലുവിളിക്കുന്നവര് ശത്രുക്കളും. ഇതിന്റെ പേരില് അനിയൻ സാറിന് ഒന്നും സംഭവിക്കരുതമ്മേ. പിന്നെ ഇതിന്റെ കുറ്റബോധത്തിൽ നിന്ന് നമുക്ക് ഒരിക്കലും പുറത്തെടുക്കാൻ പറ്റില്ല. ഒരു ചോദ്യം പറച്ചിലും ഇല്ലാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വന്നയാളാ അനിയൻ സാറ്. അനിയൻ സാർ എനിക്ക് തരുന്ന സ്ഥാനം, പരിഗണന അതിനൊന്നും കണക്കില്ല. എന്റെ ആരാ മനുഷ്യൻ? ആരുമല്ല. പക്ഷെ അനിയൻ സാറിന്റെ പേര് പറയുമ്പോഴൊക്കെ വേണ്ടപ്പെട്ട ഒരാളാണ്, ആത്മാവ് കൊണ്ട് ഒരടുപ്പുണ്ടെന്നൊക്കെ എനിക്കൊരു തോന്നല. അത് നിന്റെ മനസ്സിന്റെ നന്മ കൊണ്ട് തോന്നുന്നത്. രാവിലെ അനിയൻ സാറിനെ കാണാൻ പോണം കേട്ടോ. അത് ഞാൻ എപ്പോഴേ തീരുമാനിച്ചമ്മേ. അനിയൻ സാറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നീ അദ്ദേഹത്തിന്റെ അടുത്ത് തന്നെ ഇരുന്നു. അങ്ങനെ പരിചരിച്ചിട്ടെങ്കിലും ആ കടം വീട്ടണം നമുക്ക്. അങ്ങോട്ട് ചെല്ല്. ലോട്ടറി കട ഇട്ട് തന്നതിന് പകരമാണ് അടുത്ത് വന്ന് ഇരിക്കുന്നതെന്ന് പറഞ്ഞാ മതി. ബാക്കിയല്ല അനിയൻ സാറ് നോക്കിക്കോളും. ഇത്ര വിവരമില്ലാതെ ആയിപ്പോയല്ലോ അമ്മേ. അതെ, നിന്നോട് അടുത്ത് ചെന്നിട്ട് കണക്ക് പറയാനല്ല പറഞ്ഞത്. അച്ഛന്റെ സ്ഥാനം അച്ഛന്റെ സ്ഥാനമെന്ന് നീ തന്നെയല്ലേ പറയുന്നത്. അച്ഛനെ ഒന്ന് ചെന്ന് നോക്ക്. ഞാൻ നോക്കിക്കോളാം. എന്താ മോളെ ഇത്? ഞാൻ കഴിച്ചെന്നേ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്, ഞാൻ ഗുളിക കഴിക്കുന്നൊരു ഫോട്ടോ എടുത്ത് അങ്ങോട്ട് അയക്കാം. അപ്പൊ ഓക്കെ ആവോ? എന്നാ ശരി മോളെ. ചേച്ചി ഗുളിക കൊണ്ട് വന്നോ? ആരെ വിളിച്ചെന്നറിയോ? കൃഷ്ണ. ഭക്ഷണം കഴിച്ചോന്നും ഗുളിക കഴിച്ചോന്നൊക്കെ ചോദിക്കുക. ഞാൻ ചേട്ടനെ വിളിച്ചു പറഞ്ഞു. ചേട്ടനും മോനും കൂടി ഇങ്ങോട്ട് വരണമെന്നും പറഞ്ഞ് ബഹളം വെച്ചോണ്ടിരിക്കുക. ചേച്ചി എന്ത് പണി കാണിക്കുന്നേ? ഇതിപ്പോ അവരോട് പറയേണ്ട കാര്യം എന്താ? പിന്നല്ലാതെ നിന്റെ കാര്യത്തിൽ എനിക്കൊരു ധൈര്യം വേണ്ടേ? എപ്പോഴും പ്രശ്നങ്ങളാ. ഇതിപ്പോ സ്വന്തം നാട്ടിൽ തന്നെ നിനക്ക് നിക്കാൻ പറ്റില്ല എന്ന് വെച്ചാല്? ചേച്ചി ഇതൊന്നും ഗൗരവമായിട്ട് എടുക്കണ്ട. ഇപ്പൊ നോക്ക്, ദൈവം അയച്ചതുപോലല്ലേ കൃഷ്ണമോളും മോളിക്കുട്ടി ആ സമയത്ത് വന്നത്. അവരല്ലേ എന്റെ ജീവിതം രക്ഷിച്ചത്. അതിന്റെ അർത്ഥം എന്തുവാ? ശ്രീനിവാസന് ഇനിയും ജീവിക്കണമെന്നും ഇനിയും എന്തൊക്കെയോ ചെയ്യാനുണ്ടെന്നും അല്ലേ? ചേച്ചിക്ക് കൃഷ്ണനെ കുറിച്ച് എന്താ തോന്നുന്നേ? പ്രത്യേകിച്ച് എന്ത് തോന്നാൻ, നല്ല കുട്ടിയാണെന്ന് തോന്നുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് അടുത്തറിഞ്ഞാലേ ഒരുപാട് പ്രത്യേകതയുള്ള കുട്ടിയെ ചേച്ചി.